ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇനി ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒന്നാം തരം ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. ഇതെൻ്റെ മോൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. അതിലും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നാമത്തെ കേക്കിന് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്താൽ നന്നായിരിക്കും. അരിച്ചെടുത്ത ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി 4 മുട്ടയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ക്രീം പരുവമാകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ക്രീം രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 30 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 30 ml, അതായത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ പറയാൻ മറന്നു പോയതാണ്, ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്ററിയിൽ സ്ട്രോബെറിയുടെ എസൻസ് ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറിയുടെ എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ബാറ്ററിക്ക് ചെറുതായിട്ടൊരു പിങ്ക് കളറും പിന്നെ സ്ട്രോബെറിയുടെ സ്മെല്ലും ഒക്കെ കിട്ടും. പക്ഷേ വനില കേക്കിൽ സ്ട്രോബെറി കേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഫില്ലിങ്ങിനായിട്ട് നമ്മൾ സ്ട്രോബെറി ക്രഷൊക്കെ ചേർത്ത് കൊടുക്കുന്നതല്ലേ. അപ്പം വനില കേക്കിൻ്റെ കൂടെ ക്രഷ് ചേരുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ തന്നെ ഒരു പാത്രം ഓയിൽ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ അടിയിൽ വെച്ച് റെഡിയാക്കി എടുത്തിരുന്നു. ഇനി ഇതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബബിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ ഞാൻ ഒരു ചെമ്പ് ഗ്യാസിൽ വെച്ചിരുന്നു ചൂടാവാനായിട്ട്. അതിലൊരു സ്റ്റീലിൻ്റെ റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്ററി വെച്ച ശേഷം മൂടി വെക്കാം. ഒരു 20-25 മിനിറ്റ് ആയപ്പോഴേക്കും എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റൗവിൽ വരുന്ന ഗ്യാസിനനുസരിച്ചായിരിക്കും ബേക്കിംഗ് സമയം. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഞാൻ മറ്റൊരു 1 കിലോയുടെ കേക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഒരു 8 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കേക്ക് നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ 8 ലെയറാക്കി കട്ട് ചെയ്യാൻ പറ്റി. ഇനി ഇതിനാവശ്യമായ ക്രഷ് എടുക്കണം. അപ്പോൾ സ്ട്രോബെറി ക്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റി കൂടിയ തന്നെ തിരഞ്ഞെടുക്കുക. കുറച്ച് പ്രൈസ് കൂടിയാലും കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള ക്രഷ് തന്നെ വേണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ലെയർ വെച്ച് കഴിഞ്ഞു. ഇനി ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ഇനി സ്ട്രോബെറിയുടെ ക്രഷ് ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് ഈ ലെയർ മുഴുവനായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതും ഇതേ രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കുക, സ്ട്രോബെറിയുടെ ക്രഷ് ഒഴിച്ചു കൊടുക്കുക, ശേഷം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ഓരോ കിലോയുടെ കേക്ക് ഒരുപോലെ ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ 2 കിലോ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈറ്റിൽ ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. നേരത്തെ ഞാൻ 1 കിലോയുടെ കേക്കിൻ്റെ മെഷർമെൻറ്റാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 2 കിലോ നിങ്ങൾക്ക് ഒന്നിച്ച് ഒരൊറ്റ ബേക്കിങ്ങിലൂടെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ
നേരത്തെ കാണിച്ചതിൻ്റെ ഇരട്ടി മെഷർമെൻറ്റിൽ ചെയ്തെടുത്താൽ മതി. ഈ അവസാനത്തെ ലെയർ, അതായത് 8ാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് നനച്ചെടുക്കണം. എന്നിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. സൈഡിലുള്ള ഹോൾസ് എല്ലാം അടച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തെടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ശേഷം ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നല്ലൊരു പിങ്ക് കളറായിട്ടാണ് ക്രീം കിട്ടിയിട്ടുള്ളത്. ഇതുകൊണ്ടൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്രഷ് പൈപ്പ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് ബാഗിന് ഹോളിട്ട ശേഷം മുകളിൽ നിന്നും താഴോട്ട് ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രോപ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഫ്ലവർ വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് പിങ്ക് കളറിലുള്ള ക്രീമും വൈറ്റ് കളറിലുള്ള ക്രീമും കൂടി ഒരു വലിയ പൈപ്പിംഗ് ബാഗിലാക്കി ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവറെല്ലാം വരച്ച് കഴിഞ്ഞു. ഇനി ഇതേ നോസിൽ കൊണ്ട് തന്നെ താഴത്ത് ഓരോ ബോർഡറും കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്